ഹായ്. അപ്പൊ ഇന്നൊരു വ്യത്യസ്തമായ റിവ്യൂ ആണ്. ഇദ്ദേഹത്തിന്റെ ഫേവറേറ്റ് ആണ്, നമ്മുടെ എല്ലാരും ഫേവറേറ്റ് ആണ്. എല്ലാരും ഫേവറേറ്റ് ആവണം. ഏഹ് അതിനുള്ള പണിയാണ് നമ്മൾ എടുക്കാൻ പോണത്. ബിരിയാണി ദുരിയാൻ. മോന്തോങ്. ദുരിയാനിൽ തന്നെ ഒരു വെറൈറ്റി നല്ലൊരു സൂപ്പർ സാധനമാണ് മോന്തോങ്. ശരിക്കും ഇത് പഴുക്കുമ്പോ മണം കുറഞ്ഞു വരുന്നുണ്ട്. ഉണ്ട്. അത് ഇപ്പം 2 ദിവസം മുന്നേ നല്ല സ്മെൽ ഉണ്ടായിരുന്നു. ഒരു സൾഫർ ബേസ്ഡ് ആയിട്ടുള്ള സ്മെല്ലാണ് ഇതിന്. ഇപ്പൊ വളരെ മിനിമൽ ആണ്. ഇങ്ങനെ അടുത്ത് നിൽക്കണം, അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് വെച്ച് കൂടെ സ്മെല്ല് കൂടിയിട്ട് കാണുന്നുണ്ട്. നമ്മള് കാറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം സ്മെല്ല് ഉണ്ടാവും. സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മളെ സവാളയൊക്കെ ചെറുതായിട്ട് ചീഞ്ഞു വരുന്നത്. ഉള്ളിത്തൊലി ചീഞ്ഞ പണി. അതൊരു ബാഡ് ആയിട്ടല്ല പറയുന്നത്, പക്ഷെ ചിലർക്ക് ഒരു പ്ലസന്റ് സ്മെല്ല് അല്ല എന്തായാലും. പക്ഷെ വൺസ് നമ്മളത് ഇഷ്ടപ്പെട്ട് തുടങ്ങിയാലേ കഴിച്ചുകൊണ്ടിരിക്കും അല്ലെ. അതിന്റെ കൂടെ നമുക്ക് ഒരു പുതിയ വെറൈറ്റി അവക്കാഡോ ഉണ്ട്. പിന്നെ നമ്മുടെ നല്ല ക്വാളിറ്റി മല്ലിക കിട്ടിയിട്ടുണ്ട്. ഒരു 6 മല്ലിക ഉണ്ട്. അപ്പൊ ഒന്ന് ദുരിയാനൊന്ന് പൊളിച്ചു നോക്കാം. ഇത് മൂത്ത് പഴുത്ത് കഴിഞ്ഞാൽ അങ്ങനെ ക്രാക്ക് വരും, ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ ഒന്നുകൂടെ എളുപ്പമാണ്. ഏറ്റവും നമ്മളെ ചക്ക പൊളിക്കണമായിരുന്നല്ല പൊളിക്കുക. അതാണ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇത് മരത്തുനിന്ന് പഴുത്തേക്ക് കയറ് കെട്ടിച്ച് വീണ് അദ്ദേഹം പറഞ്ഞിരുന്നു 3-4 ദിവസം കഴിഞ്ഞ് അതുപോലത്തെ ക്രാക്ക് വരും. ക്രാക്ക് വരുമ്പോ നമുക്ക് തുറക്കാം. ചെറിയ ക്രാക്ക് വന്നാൽ ഉടനെ പിന്നെ അധികം നമ്മള് വെയിറ്റ് ചെയ്യാൻ പാടില്ല. പഴം ഫെർമെന്റ് ആവും. ഓക്കെ, പിന്നെ കഴിക്കാൻ പ്രയാസമായിരിക്കും. ക്രാക്ക് വന്നാല് നമുക്ക് എളുപ്പമാണ്. ഇത് നല്ല വിലക്കാണ് പഴം വെക്കുന്നത്, ചെറിയ വിലക്കല്ല. ഇതിന് ഒരുപാട് പോരായ്മകൾ വേണമെങ്കിൽ പറയാം. ഭയങ്കര ഷാർപ്പാണ് ഇതിന്റെ തൊലി. ഓക്കെ, സ്മെല്ലാണ്. പിന്നെ ഇങ്ങനെ ഓരോ അറകളിലായിട്ടാണ് ഇതിങ്ങനെ. അറകളിലായിട്ടാണ് നമ്മളിതാണ് ഓരോ ഗ്രൂപ്പ് പഴം എടുത്ത് ഇത് സ്റ്റേജിലാണ് ഇത് കിടക്കുന്നത്. മോന്തോങ് ആണ്, വലിയ പഴമാണ്. പിന്നെ നമ്മുടെ എന്താ പറയാ, ഒരു പഞ്ഞി പോലെ അല്ലേ, പ്രത്യേക ഷേപ്പാണ് ഇതിന്. ഇതൊരു ഒരൊറ്റ സീഡ് ഉണ്ടാവാം. അടിപൊളിയാണ്. ഇതിന്റെ എനിക്ക് ഇഷ്ടമുള്ള സാധനം തന്നെയാണ് ഈ ഒരു ബട്ടർ. അതല്ലേ, ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിയില്ല. ഒരു മൈൽഡ് ഫ്ലേവർ ആണ്, ലൈറ്റ് മധുരം. പഴം മൊത്തത്തിലൊക്കെ തൂക്കി C/+ റേഷ്യോ ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. അതെ. ഇതിന്റെ ഇതന്നെ കണ്ടില്ലേ, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പക്ഷെ ഇതിന്റെ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ പിന്നെ ഇതിന്റെ കാര്യം എന്താ വെച്ചാല്, ഇപ്പൊ മഴക്കാലത്ത് കിട്ടിയോണ്ട് കുറച്ചൊരു മധുരം കുറവ് ഫീൽ ചെയ്യും. ഇത് ഭയങ്കര മധുരമുള്ള ഫ്രൂട്ട് അല്ലെങ്കിൽ സ്വീറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് അങ്ങനെയല്ല. ഇതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. ഒരു നെയ്യ് വെണ്ണ അതില് ഫ്ലേവർ കയറി കഴിഞ്ഞാല് എന്ത് ചക്കയുടെ ഫ്ലേവർ അല്ല, ചക്കയുടെ ഒരു ബന്ധമില്ല. മണായാലും ആകെ ഒരു ലുക്ക്, പുറത്തത്തെ ലുക്ക് വേണമെങ്കിൽ ചക്ക എന്ന് പറയാം. അതിൽ തന്നെ മുള്ളു കൂടുതലാണ്. ചക്കക്ക് അത്ര മുള്ളില്ലല്ലോ. ചക്കയുടെ ഫാമിലി അല്ല, ചക്കയുടെ ഫാമിലി അല്ല. ഭയങ്കര ബട്ടറിയാണ്. ഒരു അഡിക്ഷൻ ഇതിനുണ്ട്. ഈ പഴത്തിനൊരു ഭയങ്കര അഡിക്ഷനാണ്, ചെറിയ അഡിക്ഷൻ ഉണ്ട്. കഴിച്ച ശീലമായവർക്ക് ആ സീസൺ ആകുമ്പോൾ വീണ്ടും കഴിക്കാനുള്ള ടെൻഡൻസി. ആ സമയത്ത് നമ്മൾ എത്തും. പിന്നെ ഇതൊരു ഭയങ്കര മോശപ്പെട്ട മണമുള്ള പഴം. അപ്പൊ അങ്ങനെ ഞാൻ അത് കഴിക്കും എന്നൊക്കെ കാണിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ഒരു വിഭാഗം ഉണ്ടാവാം ഒരു സൈഡിൽ. എനിക്കും ഇത് കഴിക്കാനൊക്കെ സാധിക്കുന്നു. പക്ഷെ അൾട്ടിമേറ്റ്ലി എനിക്ക് ഇപ്പോഴും ഇതേ അഭിപ്രായമാണ്. ചെറിയൊരു സവാള ചീഞ്ഞെങ്കിലും പക്ഷെ നമുക്കത് കഴിക്കാൻ പറ്റുന്നില്ല. അതിന്റെ അർത്ഥം നമുക്ക് ഒരു അഡിക്ഷൻ ഉണ്ട് ഇതിനോടൊരു എന്തോ ഒരു അഫെക്ഷൻ വരുന്നുണ്ട്. ഞാനിപ്പോ ഇത് കുറെ വർഷമായി കഴിക്കുന്നുണ്ട്. എന്റെ പ്ലാന്റ് ഒന്നും ഇല്ല, ഞാൻ ടൗണിലാണ്. പക്ഷെ ഇതുപോലെ കണക്ഷൻ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അഡിക്ഷൻ ആയ നമ്മളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അപ്പൊ എനിക്ക് കിട്ടിയാൽ അവരറിയും, അവർക്ക് കിട്ടിയാൽ ഞാൻ അറിയും. അതെന്താണെന്ന് വെച്ചാൽ ഈ അഡിക്ഷൻ ആണ്. അപ്പം ഇതാണ് ഇതിന്റെ ഒരു ഔട്ട്ലൈൻ. ഇത് നമുക്ക് നിലമ്പൂരിലുള്ള ഒരു കർഷകൻ തന്നാണ്. മീൻസ് വാങ്ങിച്ചാണ്. ഏറ്റവും ലാസ്റ്റ് സീസണിലെ ഏറ്റവും അവസാനത്തെ പഴമാണിത്. നല്ല റേറ്റ് ആണ്. 3 ദുരിയാൻ വാങ്ങിച്ചത് അപ്രോക്സിമേറ്റ്ലി 2500 രൂപയ്ക്ക്. നല്ല വിലയാണ്. റേറ്റ് ആണ്. അതെ, കൃഷി ചെയ്യുന്നവർക്ക് നല്ല വരുമാനം കൂടെ ഉള്ള ഒരു പഴം കൂടെ ആണ് കേട്ടോ ദുരിയാൻ. അപ്പൊ അതുകൂടെ നമ്മള് മനസ്സിലായി. ഇത് ശരിക്കും പഴുത്തുണ്ട്. ഒന്നുകൂടെ ശരിക്കും പഴുക്കുമ്പോഴാണ് ആ ഒരു ക്രീമി ടെക്സ്ചർ വരാം. നമുക്ക് ആ പറഞ്ഞ ഒരു സ്മെല്ല് അത് ഇതൊരു ടേസ്റ്റിലൂടെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ആ കൈൻഡ് ഓഫ് ചെറിയൊരു ഗ്യാസ് പോലത്തെ ഒരു സാധനം കൂടെ ഇതിൽ കിട്ടും. പിന്നെ ഈ മോന്തോങ് എന്ന് പറയുന്നത്
അത്ര ബെസ്റ്റ് ക്വാളിറ്റി ഫ്രൂട്ട് അല്ല. ഇത് കൂടുതൽ അവിടെയൊക്കെ ചിപ്സിനൊക്കെയാണ് ഉപയോഗിക്കുക. മലേഷ്യ തായ്ലാൻഡിലൊക്കെ ചിപ്സിന് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇത് ഭയങ്കര ഈറ്റിംഗ് ക്വാളിറ്റി ഉള്ള ഫ്രൂട്ട് അല്ല, ബട്ട് സ്റ്റിൽ മാനേജബിൾ ആണ്. ഇതിൽ വേറെ റെഡ് പ്രോണ്, ബ്ലാക്ക് തോണ് ബ്ലാക്ക് ടോൺ ഒക്കെ ഒക്കെയാണ് ഒന്നുകൂടെ. മുസാങ് കിങ് മുസാങ് കിങ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമ്മൾ തന്നെ പലതും കഴിച്ചിട്ടുണ്ട്. ആസ് എ ഫാൻ ഏത് സെറ്റാണ്. ഇതിന്റെ കൂടെ ഒരു കഷ്ണം അവക്കാടോ, പേരറിയില്ല, പക്ഷേ അതിന്റെ ഒരു ഔട്ട്ലെറ്റ് വരുന്നുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ടെക്സ്ചർ വളരെ സിമിലറാണ്. ഈ ഒരു ആ ബട്ടറി അല്ലേ? അവക്കാടോ ഒന്നുകൂടെ ഒരു നട്ടി ടേസ്റ്റ് ആണ് വരുന്നത്. അതൊക്കെ ഒരു നട്ട്സിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് വരുന്നത്. പക്ഷെ ഇതൊന്നുകൂടെ ക്രീമിയാണ്. നമുക്ക് ഈ കഴിച്ചൊരു പഴത്തിനായിട്ട് ഇതിന് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. ഇതിൽ സ്വീറ്റ് എല്ലാം കയറി അല്ല, പലരും ബിരിയാൻ ഭയങ്കര സ്വീറ്റ് സ്വീറ്റ് ആയിട്ട് ഉള്ള ഒരു എക്സൈറ്റ്മെന്റ് ഇതിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, നമുക്ക് പറയാൻ പറ്റാത്തൊരു അട്രാക്ഷൻ ഇതിനുണ്ട് എന്തായാലും. ഇതൊരു ഈറ്റിംഗ് എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ടൈം നമ്മൾ കഴിച്ചു നോക്കണം അല്ലേ? അവര് 2-3 പ്രാവശ്യം കഴിച്ചു നോക്കിയാലേ നമുക്ക് ബിരിയാണി വിലയിരുത്താൻ പറ്റുള്ളൂ. അപ്പോ ഇതിലും നല്ല ഫ്രൂട്ടുകൾ കഴിച്ച് ഞങ്ങൾ ബ്രിക്സ് ചെക്ക് ചെയ്യാത്തത്, ബ്രിക്സ് ചെക്ക് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല. ഇതിന് അത്ര മധുരമാണോ എന്ന് വെച്ചാലല്ല, പക്ഷെ ഒരു ടേസ്റ്റ് ആണിത്. ഇത് ഈ പഴത്തിന്റെ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ എത്ര കുറ്റം പറഞ്ഞാലും ചില സമയത്ത് നമുക്കിത് കഴിക്കാൻ പ്രത്യേക ഒരു ആഗ്രഹം വരും. നേരത്തെ പറഞ്ഞ അങ്ങനെ ഞങ്ങള് പോയതാണ്. വാങ്ങാനായിട്ട് പോയതാ അല്ലേ? വാങ്ങാനായിട്ട് പോകാം. പഴം വിൽപ്പന നടത്തുന്ന ആളെ ഫോൺ നമ്പറൊക്കെ ഞാൻ താഴെടാം. സീസണിൽ കിട്ടൂല, ഈ സീസണിൽ കിട്ടില്ല. ഇർഷാദാണ് അവരുടെ ഓഫ് സീസൺ പഴങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഒരു ജനുവരി മുതൽ തന്നെ കിട്ടുന്ന വലിയ മരമാണ് ഞങ്ങൾ കണ്ടായിരുന്നു. സാധ്യ സൈസ് അല്ലേ ആ മരം? അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള, പക്ഷെ പിന്നെ നല്ല വൃത്തിയിൽ മാനേജ് ചെയ്തിട്ടുണ്ടാവും ആ ഒരു വലിയ മരം. ഇത് സാധാരണ ഒരു വിധം ബിരിയാണിക്ക് മഴക്കാലൊക്കെ ആകുമ്പോഴാണ് ആയി വരുന്നത്, മെയ് തുടക്കത്തോടെ. എനിക്കൊന്ന് മഴക്ക് മുന്നേ ഉള്ള പഴം കഴിക്കാം, എന്നിട്ട് ഒരു വാട്ടർ കണ്ടന്റ് നമുക്ക് ഫീൽ ചെയ്തില്ല. ഇത് കുറച്ച് മധുരം കുറവുണ്ട് അല്ലേ? സ്വീറ്റ്നെസ് കുറവുണ്ട്. പിന്നെ മോന്തോങ് പലരും പറഞ്ഞേക്കാം എല്ലാ ഫ്ലഷും ഒരേ ക്വാളിറ്റിയിൽ പഴുത്ത് കിട്ടാറില്ല എന്നും പറഞ്ഞേക്കാം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിപ്സിന് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഞാൻ മോന്തോങ് നമ്മള് കഴിഞ്ഞ ആഴ്ച ഒരു മോന്തോങ് കഴിച്ചിരുന്നു, ഇപ്പൊ ഒരാഴ്ച മുന്നേ. അത് ഇതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ മഴ ഈ കഴിവതും ഈ ഓഫ് സീസണിൽ കിട്ടുന്ന പഴങ്ങൾ ബിരിയാണി എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് പറഞ്ഞു വരുന്നത്. അൾട്ടിമേറ്റ്ലി ഇതിന്റെ കൂടെ നമുക്ക് നല്ല ക്വാളിറ്റി ആന്ധ്രയിൽ നിന്ന് വന്ന മല്ലിക തോന്നുന്നുണ്ട്. ഇത് ഒന്ന് കഴിച്ചു നോക്കുക. എങ്ങനെ ഈ 3 വ്യത്യസ്തമായ പഴങ്ങള് സ്മെല്ലേ. ഇത് വാങ്ങിക്കുമ്പോൾ, ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചാണ്, വാങ്ങിക്കുമ്പോൾ തന്നെ പല ക്വാളിറ്റി മല്ലിക അവിടെ ഉണ്ട്, പല വിലയുടെ ഉണ്ട് അല്ലെ? ഒരു കടയിൽ തന്നെ പല വിലയ്ക്കും വിൽക്കുന്ന മല്ലിക. ശരിക്കും ആ ഒരു മാൻഡറിൻ ഓറഞ്ചിന്റെ ഒരു ചെറിയൊരു സ്മെല്ല് ഇതിലുണ്ടാവും. സാധ്യ ഈറ്റിംഗ് ക്വാളിറ്റി ഉള്ള ഈ ദൂരാൻ നിന്നതിനെ കൊണ്ടേ ഇതിന്റെ ടേസ്റ്റ് ശരിക്കും മല്ലികന്റെ അത് മാങ്ങ കേട്ടോ. ആ മാൻഡറിൻ ഇങ്ങനെ കേറി വരും അല്ലേ? ശരിക്കും നമുക്ക് ഈ പല കേസിലും ഓക്കെ, ഇത് ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഇവനെ വെട്ടാൻ ആരും ഇല്ല. ടേസ്റ്റ് വൈസില് ഇതാണ് കിങ്. അഡിക്ഷനിൽ ഇതാണ്. പക്ഷെ ഇതിലും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒരുപാട് പറയുന്നുണ്ട്. എന്തായാലും നമ്മള് അങ്ങനെ കൺസിഡർ ചെയ്യില്ല. ബിരിയാണി അതന്നെ അഡിക്ഷൻ ആണ്. അത് കിട്ടിയാല് ആരും വിടൂല. ലഞ്ചാണ് നമ്മളെ അല്ലേ? നമ്മള് ചോറ് കഴിക്കുന്നേക്കാൾ എത്ര നല്ലത് 3 വ്യത്യസ്ത പഴങ്ങള് പ്രൊഫൈലുള്ള പഴങ്ങളാ. 3 എനിക്ക് എന്തത് റോ ആയിട്ട് കഴിക്കാൻ പറ്റിയ ആൾക്കാരാണ്. ഇതില് 3 സീഡ് ഉണ്ടാവും കേട്ടോ. 1 2 3. മോന്തോന്ന് അത്യാവശ്യം വലിയ ഫ്ലഷ്. അപ്പോ മല്ലികയുടെ കാര്യം, പക്ഷെ മല്ലികയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, ഒന്ന് മൂപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കഴിഞ്ഞാൽ പഴുപ്പ് മല്ലിക പാളി, പഴുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കഴിഞ്ഞാൽ മല്ലിക പാളി, ഫെർമെന്റേഷൻ, അങ്ങനെയുള്ള കുറെ പോരായ്മകൾ മല്ലികയ്ക്ക്.
അതിങ്ങനെ വാങ്ങി തിന്ന് പരിചയമായി കഴിഞ്ഞാല് സെറ്റാണ് അല്ലേ? സെലക്ട് ചെയ്ത് നമുക്ക് അങ്ങനെ പാടില്ല. ഇല്ല. കുറവാണ്. മാങ്ങ പർച്ചേസിങ്ങിന്റെ കിങ് ആണ്. ഞാൻ നല്ല മല്ലിക കഴിക്കണം എന്ന് ആഗ്രഹം പറഞ്ഞ പുള്ളി ഇപ്പൊ വാങ്ങിച്ചു വന്നു. എങ്ങനെയാണ് നിങ്ങൾ മാങ്ങ സെലക്ട് ചെയ്ത് വാങ്ങല്? ചില കാര്യങ്ങൾ പറയാൻ മീൻസ് നമുക്ക് ഇത് നല്ല ബുക്ക് നോക്കി നീന്ത പഠിക്കാന്ന് പറഞ്ഞാല് അതേപോലെയാണ്. എങ്കിലും ഈ സ്മെല്ല് അല്ലെ, സ്മെല്ലാണ്. ഞാൻ എന്നെ സംബന്ധിച്ചോളം നിങ്ങളെങ്ങനെ സ്മെല്ല് ചെയ്യല്? എവിടെ സ്മെല്ല് ചെയ്യല്? ഞാൻ എല്ലാരും സാധാരണ ഇപ്പൊ ഒരു മാങ്ങ റൈസ് കൂടാൻ സ്മെല്ല് ചെയ്യും, അല്ലെങ്കിൽ അതല്ല, സാധാരണ ഞെട്ടില്ല സ്മെല്ല് ഇങ്ങനെ എങ്ങനെ മണക്കുക. സത്യത്തില് മാങ്ങയുടെ ഒരു മിഡില് കഴിഞ്ഞിട്ടുള്ള ഈ സൈഡാണ് നമുക്ക് സ്മെല്ല് വരാം. ഇവിടെ ഉറപ്പായിട്ട് ഇതിന്റെ കറായിക്ക് നമുക്ക് ക്യാച്ച് ചെയ്യാം. ഞാൻ എപ്പോഴും ഇങ്ങനെ മണക്കും. അപ്പൊ അതിന്റെ കറക്റ്റ് ഒരു എന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ അതിന് എത്രത്തോളം ആ ഒരു സ്മെല്ല്, ആ ഒരു ഫ്രൂട്ടിന്റെ റിയൽ സ്മെല്ല് അവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പൊ അത് അങ്ങനെയാണ്. ഞാനും ആദ്യം ഞെട്ടായിരുന്നു സ്മെല്ല് ചെയ്തിരുന്നു, പിന്നെ തിരിച്ച് ഇങ്ങനെ ഒരു ഇങ്ങനെ മണത്താല് അതിന്റെ ഇത് കിട്ടും. വരുന്നുണ്ട്. അത് അങ്ങനെ അത് തന്നെ നമ്മള് കാലങ്ങളായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു ശീലമാണ്. അതെ. അപ്പൊ വീണ്ടും മല്ലിക ഈ ഒരു ക്വാളിറ്റി മല്ലിക കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മള് വേറൊരു മാങ്ങയും. നമ്മളൊന്നിപ്പോ രാവിലെ മുതൽ തന്നെ അയക്കണം അല്ലേ? അതെ. അപ്പൊ ഇതാണ് മൊത്തത്തില് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പൊ ദുരിയാനെ കുറിച്ച് അപവാദങ്ങൾ പറയുന്നതിന്റെ മുന്നേ ഇവിടെ കഴിക്കുക. അതായത് ആ സ്മെല്ല് എന്ന് പറഞ്ഞാല് 2-3 പ്രാവശ്യം കഴിക്കണം ഇത്. അപ്പൊ ഇവിടെയാണെങ്കിൽ ഞാനിപ്പോ വീട്ടിലെല്ലാവരും കഴിക്കും, വൈഫ് കുട്ടികൾ എല്ലാവർക്കും ഇഷ്ടമാണത്. പിന്നെ എന്നെ സംബന്ധിച്ചോളം അധികം ആൾക്കാർ കഴിക്കണേക്കാളും അല്ലെ ഷെയർ കുറയും. ഒരു മാങ്ങ നമ്മള് മാങ്ങ എല്ലാവർക്കും കൊടുക്കാം, എല്ലാവരും കഴിക്കുന്നതിനെ കൊണ്ട് ഇതധികം ആൾക്കാർ കഴിക്കാത്തോണ്ട് ആർക്കും വേണ്ട. നമുക്കെന്നെ കഴിക്കാം. മല്ലിക തന്നെ കേട്ടോ. അപ്പൊ ബൈ.